അങ്ങനെ നമ്മുടെ സാന്ത്വനം കുടുംബത്തിൽ അനുക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തലേ ദിവസം പുടവ കൊടുക്കൽ, ഹൽദി, ഈ ചടങ്ങുകളൊക്കെ കഴിയും. അതിനിടയ്ക്കാണ് നമ്മുടെ അലോക് വിളിച്ചിട്ട് അനുക്കുട്ടീനെ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ അലോകിനോട് മാപ്പ് പറയാൻ വേണ്ടി പോകുന്ന അനുവിനെ അലോക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതുവരെയായിരുന്നു ഇന്നലെ നടന്ന കഥ. ഇനി ഇന്നത്തെ കഥ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നിങ്ങളാദ്യം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ അലോക് അനുവിനെ തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അനു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലോക് ഏൽപ്പിച്ച ഗുണ്ടകളുടെ അടുത്ത് തന്നെയാണ് അനു കറക്റ്റായിട്ട് ചെന്ന് എത്തിപ്പെടുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് അനുവിനെ അവരെ എന്തോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കാണിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ കാണാം. അപ്പോൾ വിവാഹ ദിവസമാണ്. വിവാഹ ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രിയാണ് അനുവിനെ യാത്രയാക്കിയിട്ടുള്ളത് സുകന്യയാണ്. സുകന്യയ്ക്ക് മാത്രമേ അനു എവിടെ പോയിട്ടുള്ളൂ എന്ന് അറിയുന്നുള്ളൂ. ഇതൊന്നും അറിയാതെ ബാലനും ഗോമതിയും കൂടി ഉറങ്ങാൻ കിടന്നിട്ടും അവർക്ക് ഉറക്കം വരുന്നില്ല. അവർ നാളത്തെ കല്യാണ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ അനുവിൻ്റെ ചെറുപ്പകാലത്തിൽ അനുവിൻ്റെ കുസൃതികളും വാശികളും ഭക്ഷണത്തിനോടുള്ള ഇഷ്ടങ്ങളും അതുപോലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്ന വിശേഷങ്ങളും ഇതിനെക്കുറിച്ചെല്ലാം അവർ പറയണം. അപ്പോൾ അവർക്ക് അനുവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം. അങ്ങനെ മെല്ലെ ഗോമതി ബാലന് പോയി മെല്ലെ മുറിയുടെ വാതിൽ തട്ടും. അപ്പോൾ ആരും വാതിൽ തുറക്കില്ല. അപ്പോൾ അനു നല്ല ഉറക്കത്തിലാണെന്ന് വിചാരിച്ച് അവരെ തിരിച്ചു പോരും. പിറ്റേ ദിവസം നേരം വെളുത്തു, വിവാഹ ദിവസമാണ്. ഗോമതി രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹമെല്ലാം നല്ലതായി നടത്തി തരണമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മീനുവും ഇത്രയും ഒരുങ്ങി വരുന്നുണ്ട്. അവർ വന്നപ്പോൾ ഗോമതി ചോദിക്കും, നിങ്ങളിതുവരെ അനുവിനെയും കൂട്ടി പോയിട്ടില്ലേ? 5:30 ബ്യൂട്ടീഷ്യൻ ചെല്ലാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ 5:30 കഴിഞ്ഞല്ലോ, നിങ്ങളെന്താ പോവാത്തെ എന്ന് ചോദിക്കും. അപ്പോൾ മീന് പറയും, 5:30 അമ്മ, 6:30 6:30 പോയാലും 8 മണിയാകുമ്പോഴത്തേനും തിരിച്ചു വരും, അമ്മ പേടിക്കേണ്ട എന്ന് പറയും. എന്നാൽ ശരി, നിങ്ങൾ വേഗം പോയി അനുവിനെ വിളിക്കുക, അവൾ ചിലപ്പോൾ നല്ല ഉറക്കത്തിലാവും, അവളെ വിളിച്ച് കൊണ്ടുപോകാൻ നോക്ക്, സമയം വൈകണ്ട എന്ന് പറയും. അപ്പോൾ നമ്മുടെ സുകന്യ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. കാരണം സുകന്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ അനുവിനെ മിസ്സിങ് ആണ്. സുകന്യയ്ക്ക് നല്ല പേടിയുണ്ട്. അനുവിനെ ഞാൻ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു, അലോകിൻ്റെ വാക്ക് കേട്ട് അലോകിൻ്റെ അടുത്തേക്ക് ഞാൻ അനുവിനെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കുറ്റബോധം നമ്മുടെ സുകന്യയുടെ മനസ്സിലുണ്ട്. അങ്ങനെ മീനുവും ഇത്രയും കൂടി അനുവിൻ്റെ റൂമിൽ പോയി വാതിൽ പുറത്ത് തട്ടി വിളിക്കും. പക്ഷെ അപ്പോൾ അനക്കമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടി തട്ടി വിളിക്കും. അപ്പോഴും അനക്കവും സൗണ്ടും ഒന്നും കേൾക്കാതെ ആയപ്പോൾ മിത്ര പറയും, ചേച്ചി വാതിൽ അടച്ചിട്ടില്ലെന്ന് തോന്നുന്നു, നമുക്ക് തുറന്നു നോക്കാമെന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അനുവിനെ മുറിയുടെ ഉള്ളിലൊന്നും കാണുന്നില്ല. അങ്ങനെ ബാത്റൂമിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ വാഷ്റൂമും തുറന്നു നോക്കും. വാഷ്റൂമിൻ്റെ ഉള്ളിലും കാണുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെ പോയി, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ പുറത്തും ഇറങ്ങി നടന്നു നോക്കും. വീടിന് ചുറ്റും ഇറങ്ങി നടന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. വീടിൻ്റെ അകത്തും കുറേ സെർച്ച് ചെയ്തു, അപ്പോഴും കാണുന്നില്ല. അപ്പോൾ മീനവരും ഇത്രയ്ക്കും ചെറുതായിട്ട് ഭയം വന്നു തുടങ്ങി, ഇവൾക്ക് എന്ത് പറ്റി പറഞ്ഞ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ദേവി ചേച്ചി അമ്പലത്തിൽ പോയിക്കില്ലേ, ദേവി ചേച്ചിയുടെ കൂടെ ആനും അമ്പലത്തിൽ പോയിട്ടുണ്ടോ, നമുക്ക് ആനന്ദേട്ടനോട് ചോദിച്ചു നോക്കാം എന്ന് പറയും. എന്നാൽ ശരി, അതാണ് ഏറ്റവും നല്ലത്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവർ ആനന്ദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആനന്ദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആനന്ദ് സ്റ്റേജിൻ്റെ കാര്യങ്ങളും ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് ചെന്നിട്ട് ചോദിക്കും, ആനന്ദേട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്, ദേവി ചേച്ചി ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ പോയത്, അതോ അനുവിനെയും കൂട്ടിയിട്ടാണോ പോയത്? അല്ല, ദേവി ഒറ്റയ്ക്കാണല്ലോ പോയത്, എന്താ ഇത്ര കാര്യം, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ആനന്ദേട്ട, നമ്മുടെ അനുവിനെ കാണുന്നില്ലെന്നോ, അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങളൊന്ന് ശരിക്കും നോക്ക്. അല്ല ആനന്ദേട്ട, ഞങ്ങൾ ശരിക്കും നോക്കി, അവളിവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആനന്ദിനും ആകെ ഒരു പന്തികേട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവളെ വിളിച്ചു നോക്കിയപ്പോഴും ഫോൺ എടുക്കുന്നില്ല, ഫോൺ അടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ സംസാരം, ഈ മുഖഭാവമൊക്കെ കണ്ടിട്ട് നമ്മുടെ ആര്യൻ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആര്യൻ ചോദിക്കും, എന്താ ചേച്ചി പ്രശ്നം? എടാ, നമ്മുടെ അനുവിനെ കാണുന്നില്ലെന്ന്. അപ്പോൾ ആര്യനൊരു ഫോൺ കോളിലാണ്. ആര്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ്. ബ്യൂട്ടീഷ്യൻ ചേച്ചി എന്താ നിങ്ങളെത്താത്തത് എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. എന്താണ് നിങ്ങളെത്താത്തതെന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, നമ്മുടെ അനുക്കുട്ടീനെ കാണുന്നില്ല. അങ്ങനെ എന്നാൽ ശരി, ഞങ്ങളും പുറത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യനും
ആര്യൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയിരുന്നു, കാരണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സുകന്യ നിൽക്കുന്നുണ്ട്. സുകന്യയ്ക്ക് എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ചിട്ടുള്ള ടെൻഷനാണ് സുകന്യ. ബാലൻ അറിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒക്കെ സുകന്യ ആലോചിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ ദേവമംഗലത്തെ നമ്മുടെ എല്ലാ വീട്ടുകാരും അറിഞ്ഞു. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, മീനു മിത്ര, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ, അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യക്കുറവ് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല ബാലച്ച, അവൾക്ക് ഒരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് പറ്റിയ ആളാണ് ജീവൻ എന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല, അവൾക്ക് പൂർണ്ണ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അലോകയാണ് ഇതിൻ്റെ പിന്നിൽ, നമുക്ക് അലോകിനോട് പോയി ചോദിക്കാം എന്ന് പറയും. പക്ഷേ അലോകിനടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ദേവമംഗലത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അനുമോളെ കാണാനില്ലാത്തത്, ഇനി ഇത് കൃഷ്ണമംഗലത്തും കൂടി അറിയണോ എന്ന് പറയും സുകന്യ. അപ്പോൾ അത് ശരിയാണല്ലോ, സുകന്യ പറയുന്നതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞ് സുകന്യയെ മാത്രം കൃഷ്ണമംഗലത്തോട്ട് വിടും. അങ്ങനെ കൃഷ്ണമംഗലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അലോകിൻ്റെ അച്ഛനമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ പറയും, ഞങ്ങൾ അലോക് ഇവിടെ വന്നിട്ടില്ലല്ലോ, അലോക് കണ്ടിട്ടില്ല, അലോക് അവനെ ഏതോ ഓഫീസ് ആവശ്യത്തിന് പോയിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ സുകന്യ പറയും, എന്തേ ചേച്ചി വിളച്ചിലെടുക്കാൻ നിൽക്കല്ലേ, ഇവിടെ ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിട്ട് നിൽക്കുകയാണ്, അനുവിനെ കാണുന്നില്ല, എന്തായിത്തീരുന്നു അറിയില്ല. അത് കേട്ടോടുകൂടി അവർക്കും കുറച്ചൊക്കെ പേടി തോന്നും. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് നമ്മുടെ ഗോമതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഗോമതിയുടെ അമ്മ ചോദിക്കും, എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് നിങ്ങളെല്ലാവരും കൂടി പറയുന്നത്? അപ്പോൾ ഗോമതിയുടെ അമ്മയുടെ അടുത്ത് വിവരം പറയും, അനുവിനെ മിസ്സിങ് ആണ്, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയും. അയ്യോ, എൻ്റെ മോൾക്ക് എന്ത് പറ്റി, എനിക്ക് അവിടേക്ക് പോകണം, ഞാൻ അവിടെ എന്താണെന്ന് പോയി നോക്കട്ടെ, എനിക്കൊരു സമാധാനമില്ല എന്ന് ഗോമതിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങും. ഇല്ല അമ്മ ഇവിടെ ഇരിക്കൂ, അമ്മ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര വരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കൂടുതൽ സീരിയൽ വിശേഷങ്ങളും ലൈവ് അപ്ഡേറ്റ്സിനും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.